സിധു, സിധു ഓക്കെയാണോ? അതെ സാർ. ഈ റിസ്ക് ഒക്കെ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ സിധു? ഇതൊക്കെ വരുത്തി വെക്കുന്നതാ. ഒറ്റയ്ക്കൊരു ഫാം ഹൗസിൽ വന്ന് താമസിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? അത് പിന്നെ ഇവിടെ വന്നാരും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇങ്ങനൊരു ആക്രമണമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം സിധു. ഏത് തരത്തിലാ ശത്രുക്കളുടെ ആക്രമണമെന്ന് പറയാൻ പറ്റുമോ? എന്നാലും അവർ ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു എന്നാ? നമ്മളെ ഏറ്റവും വേഗത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശത്രുക്കളാ. എന്തുകൊണ്ടോ ഞങ്ങൾക്ക് വരാൻ തോന്നി. അല്ലെങ്കിൽ എന്തായിരുന്നേ അവസ്ഥ? ദൈവം അയച്ചതാ സാറിനെ മാഡത്തിനെ. അങ്ങനെയൊന്നും പറഞ്ഞ് സോപ്പിടണ്ട. എന്തായാലും സിദ്ധുവിന്റെ ഒറ്റയ്ക്കുള്ള താമസം അത്ര നല്ലതല്ല. വന്നവരിൽ ഒരാൾ ശരവണ്ണ. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ലേഡി ആരാണെന്ന് വല്ല ഊഹവും? ഇല്ല, ഞാൻ അവരെ ശരിക്കും കണ്ടുപോലുമില്ല. ദേവികയായി ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഫോൺ വെച്ച പാടെയാണ് തലയിൽ കൂടി പ്ലാസ്റ്റിക് കവർ ഇട്ടത്. സിദ്ധുവിനെ ഒന്ന് ഭയപ്പെടുത്തുകയോ മുറിവേൽപ്പിക്കുകയോ ഒന്നും അല്ല അവരുടെ ഉദ്ദേശം. ഇല്ലാതാക്കുക എന്നത് തന്നെയാ. അതാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെ, ശത്രു നേർക്ക് നേർ ആക്രമണം തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് സിദ്ധു താമസിക്കുന്നത് റിസ്കാ. അതുകൊണ്ട് പിണക്കമൊക്കെ മറന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകണം. അത് പിന്നെ സാർ, ഞാൻ ഒരു പിന്നെയില്ല. സിദ്ധു വന്നേ, വാ, ആദ്യം പോയി മുഖം